സ്കൂൾ കലോത്സവത്തിനായി പുറപ്പെടും മുൻപ് വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കാരുണ്യത്തിന്റെ കലാരാവ് ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് കൊട്ടൂക്കരയിലെ കുട്ടിത്താരങ്ങൾ. അവരുടെ നല്ല മനസ്സിന്റെ കഥ കാണാം. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ജനുവരി 4 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു കൊട്ടൂക്കര PPM ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. മലപ്പുറം ജില്ലയിൽ നിന്നും കൂടുതൽ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കുന്നത് PPM ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടൂക്കരയിൽ നിന്നാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ സാധാരണ ആസ്വാദനത്തിനാണ്, സന്തോഷത്തിനാണ്. ഞങ്ങൾ സ്കൂളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഈ കലാവിഭാഗം, കൊട്ടൂക്കര സ്കൂളിലെ കലാവിഭാഗത്തിന് വലിയ തൃപ്തി തോന്നുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള SMA രോഗം ബാധിച്ച മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സാ ധനസഹായാർത്ഥം ഒരു പ്രോഗ്രാം ഈ വരുന്ന പുതുവർഷ ദിനത്തിൽ വൈദ്യർ അക്കാദമിയുടെ മുറ്റത്ത്, അത് അതിനേക്കാൾ തൃപ്തിയുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ മാപ്പിള കലകളുടെയൊക്കെ ഈറ്റില്ലമായ മൺമറഞ്ഞു പോകുന്ന പല കലകളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന വൈദ്യർ അക്കാദമിയുടെ മുറ്റത്ത് വെച്ച് തന്നെ ഈ ഒരു കലാപ്രകടനം കുട്ടികൾ നടത്തുന്നു. അതിലൂടെ ഒരു വലിയ ഫണ്ട് സമാഹരിച്ച് ഷാമിൽ മോന്റെ ചികിത്സയിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 78 കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് സംസ്ഥാന കലാമാമാങ്കത്തിനായി ഒരുങ്ങുന്നത്. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അതിൻ്റെ മുന്നോടിയായി ഞങ്ങളെ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഷാമിൽ മോൻ എന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം ഒരു കളക്ഷൻ നടത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. കേവലം കലാസ്വാദനത്തിനപ്പുറത്ത്, മത്സരത്തിനപ്പുറത്ത് ഇവരൊരു കാരുണ്യരാവ് കൂടി ഒരുക്കുകയാണ്. കൊണ്ടോട്ടി മുണ്ടക്കുളം പുതുപ്പറമ്പ് സ്വദേശി 14 വയസ്സുകാരൻ SMA രോഗബാധിതനായി കഴിയുകയാണ്. ചികിത്സാ ചിലവിന് കോടികൾ കണ്ടെത്താൻ നാട് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത കൊട്ടൂക്കരയുടെ കലാപ്രതിഭകളും ഈ കൂട്ടായ്മയിൽ പങ്കാളികളാവുകയാണ്. ഞങ്ങളെ കുട്ടികളെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു പ്രോഗ്രാമിലേക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നാടും വീടും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഷാമിൽ മോൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അതിൻ്റെ ഒരു ബാധ്യത, ആ ബാധ്യത നിറവേറ്റുക, ഒപ്പം ഞങ്ങളുടെ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ഒരു നല്ല പ്രവർത്തനങ്ങൾ, ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോവുക എന്നാണ് ആഗ്രഹിക്കുന്നത്. 2025 ജനുവരി 1 പുതുവർഷ ദിനത്തിൽ ഇവർ ഒരുക്കുന്ന കാരുണ്യരാവിൽ ജില്ലക്ക് അകത്തും പുറത്തുമുള്ള കലാകാരന്മാർ അണിനിരക്കും. സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് തന്നെ പറയുന്ന വലിയ ഭാഗം. അതിലേറെ സന്തോഷമാണ് ഒരു കുട്ടിക്ക് ഞങ്ങളുടെ കലയോണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നേറെ സന്തോഷത്തിലേറെ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട്. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് ആലോചിച്ചിട്ട്. കാരുണ്യസന്ധ്യയിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ സംഖ്യയും ചികിത്സാ ഫണ്ടിലേക്ക് നൽകും. Air1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.